ഓം ശാന്തി. 8/1/26 പ്രഭാതമുരളി ബാബ്ദാദ മധുബൻ. ബാബ പറയുന്നു, മധുരമായ കുട്ടികളെ, ഒരിക്കലും മിഥ്യ അഹങ്കാരത്തിൽ വരരുത്. ഈ രഥത്തിനോടും പരിപൂർണ റിഗാർഡ് വയ്ക്കൂ. ചോദ്യം: കുട്ടികളായ നിങ്ങളിൽ പദമാപദം ഭാഗ്യശാലി ആരാണ്? ദൗർഭാഗ്യശാലി ആരാണ്? ഉത്തരം: ആരുടെ പെരുമാറ്റം ദേവതമാരെ പോലെയാണോ, ആരാണോ എല്ലാവർക്കും സുഖം നൽകുന്നത്, അവരാണ് പദമാപദം ഭാഗ്യശാലി. ആരാണോ ഫെയിലായി പോകുന്നത്, അവരെ ദൗർഭാഗ്യശാലി എന്ന് പറയും. ചിലരൊക്കെ മഹാ ദൗർഭാഗ്യശാലി ആയി പോകുന്നു. അവർ എല്ലാവർക്കും ദുഃഖം നൽകിക്കൊണ്ടിരിക്കുന്നു. സുഖം നൽകാൻ അറിഞ്ഞുകൂടാ. ബാബ പറയുന്നു, കുട്ടികളെ, സ്വയം തന്നെ നല്ല രീതിയിൽ സംരക്ഷിക്കൂ. എല്ലാവർക്കും സുഖം നൽകൂ, യോഗ്യരാകൂ. ഓം ശാന്തി. ആത്മീയ അച്ഛനിരുന്ന് ആത്മീയ കുട്ടികൾക്ക് മനസ്സിലാക്കിച്ചു തരുന്നു. നിങ്ങൾ ഈ പാഠശാലയിലിരുന്ന് ഉയർന്ന പദവി നേടുന്നു. നമ്മൾ വളരെയധികം ഉയർന്നതിലും ഉയർന്ന സ്വർഗത്തിലെ പദവി നേടുന്നു എന്നത് ഹൃദയത്തിൽ മനസ്സിലാക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കുട്ടികൾക്ക് സന്തോഷം വളരെയധികം ഉണ്ടായിരിക്കേണ്ടതാണ്. അഥവാ എല്ലാവർക്കും നിശ്ചയമുണ്ടെങ്കിലും എല്ലാവരും ഒരുപോലെ ആവുക സാധ്യമല്ല. ഫസ്റ്റ് മുതൽ ലാസ്റ്റ് നമ്പർ വരെ ഉണ്ടായിരിക്കുക തന്നെ ചെയ്യുന്നു. പരീക്ഷയിലും ഫസ്റ്റ് മുതൽ ലാസ്റ്റ് നമ്പർ വരെ നമ്പർ ഉണ്ടായിരിക്കും. ചിലർ ഫെയിലുമാകും, ചിലർ പാസ്സായിക്കൊണ്ടുമിരിക്കും. അപ്പോൾ ഓരോരുത്തരും തൻ്റെ മനസ്സിനോട് ചോദിക്കൂ, ബാബ നമ്മളെ ഇത്രയും ഉയർന്നതാക്കി മാറ്റുന്നു, ഞാൻ എവിടം വരെ യോഗ്യമായി? ഇന്നയാളേക്കാൾ നല്ലതാണോ അതോ കുറവാണോ? ഇത് പഠനമാണല്ലോ. ആരെങ്കിലും ഏതെങ്കിലും സബ്ജക്റ്റിൽ ദുർബലമാണെങ്കിൽ താഴേക്ക് പോകുന്നത് കാണുവാനും കഴിയുന്നു. മോണിറ്റർ ആയിരുന്നാലും ഏതെങ്കിലും സബ്ജക്റ്റിൽ പിന്നിലാണെങ്കിൽ താഴേക്ക് പോകും. സ്കോളർഷിപ്പ് നേടുന്നത് വിരളം പേർ തന്നെയാണ്. ഇതും സ്കൂളാണ്. നിങ്ങൾക്കറിയാം, നമ്മളെല്ലാവരും പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇതിൽ ഏറ്റവും ആദ്യത്തെ കാര്യമാണ് പവിത്രതയുടേത്. ബാബയെ വിളിച്ചിരിക്കുകയാണല്ലോ പവിത്രമാക്കുന്നതിനായി. അഥവാ ക്രിമിനൽ ആയി പ്രവർത്തിക്കുകയാണെങ്കിൽ സ്വയം ഫീൽ ചെയ്യുന്നുണ്ടാകും. ബാബ, നമ്മൾ ഈ സബ്ജക്റ്റിൽ പിന്നിലാണ് എന്ന് ബാബയ്ക്ക് എഴുതുന്നുമുണ്ട്. നമ്മൾ ഇന്ന സബ്ജക്റ്റിൽ വളരെ വളരെ പിന്നിലാണ് എന്നത് സ്റ്റുഡൻറ്റിൻ്റെ ബുദ്ധിയിൽ തീർച്ചയായും ഉണ്ടായിരിക്കും. നമ്മൾ ഫെയിലാകും എന്നും ചിലർ മനസ്സിലാക്കുന്നു. ഇതിൽ ആദ്യ നമ്പറിൻ്റെ സബ്ജക്റ്റാണ് പവിത്രത. ബാബ, നമ്മൾ തോറ്റുപോയി എന്ന് വളരെ പേർ എഴുതുന്നു. അപ്പോൾ അവരെ എന്ത് പറയും? ഇപ്പോഴെനിക്ക് കയറുവാൻ സാധിക്കുന്നില്ല എന്ന് അവരുടെ ഹൃദയം മനസ്സിലാക്കുന്നുണ്ടാകും. നിങ്ങൾ പവിത്ര ലോകം സ്ഥാപിക്കുകയാണല്ലോ. നിങ്ങളുടെ എയിം ഒബ്ജക്റ്റ് തന്നെ ഇതാണ്. ബാബ പറയുന്നു, കുട്ടികളെ, എന്നെ മാത്രം ഓർമ്മിക്കൂ, പവിത്രമാകൂ. എങ്കിൽ ഈ ലക്ഷ്മി നാരായണന്മാരുടെ വംശത്തിൽ പോകുവാൻ സാധിക്കും. ടീച്ചർ മനസ്സിലാക്കുന്നുണ്ടാകും, ഇവർക്ക് ഇത്രയും ഉയർന്ന പദവി നേടുവാൻ സാധിക്കുമോ അതോ ഇല്ലയോ എന്ന്. ആ ഒന്ന് സുപ്രീം ടീച്ചറാണ്. ഈ ദാദായും സ്കൂളിൽ പഠിച്ചിട്ടുണ്ടല്ലോ. ചില കുട്ടികൾ അങ്ങനെയുള്ള മോശമായ പ്രവൃത്തികൾ ചെയ്യുന്നു. ഒടുവിൽ മാസ്റ്ററിന് ശിക്ഷ നൽകേണ്ടി വരുന്നു. മുൻപ് വളരെ ശക്തമായ ശിക്ഷകൾ നൽകിയിരുന്നു. ഇപ്പോൾ ശിക്ഷകളും മറ്റും കുറച്ചിരിക്കുന്നു. അപ്പോൾ സ്റ്റുഡൻസ് കൂടുതൽ മോശമാകുന്നു.
ഈ കാലത്ത് സ്റ്റുഡൻസ് എത്ര കോലാഹലങ്ങൾ നടത്തുന്നു. സ്റ്റുഡൻസിനെ ന്യൂ ബ്ലഡ് എന്നാണല്ലോ പറയുന്നത്. നോക്കൂ അവരെന്താണ് ചെയ്യുന്നതെന്ന്. തീ കത്തിക്കുന്നു, തൻ്റെ യുവത്വം കാണിക്കുന്നു. ഇത് ആസുരീയ ലോകം തന്നെയാണ്. യുവാക്കൾ തന്നെയാണ് വളരെ മോശമായിരിക്കുന്നത്. അവരുടെ കണ്ണുകൾ വളരെയധികം ക്രിമിനലായിരിക്കുന്നു. കാഴ്ചയിൽ വളരെ നല്ലതായി തോന്നുന്നു. ഈശ്വരനെ അറ്റം വരെയും കണ്ടെത്തുവാൻ സാധിക്കുന്നില്ല എന്ന് പറയുന്നത് പോലെ ഇവർ എങ്ങനെയുള്ള മനുഷ്യരാണ് എന്നതിൻ്റെ അറ്റം വരെയും കണ്ടെത്തുവാൻ സാധിക്കില്ല. പിന്നെ ജ്ഞാനത്തിൻ്റെ ബുദ്ധിയിലൂടെ അറിയാൻ കഴിയും ഇവരെങ്ങനെ പഠിക്കുന്നുണ്ട്, ഇവരുടെ ആക്ടിവിറ്റി എങ്ങനെയുള്ളതാണ്. ചിലരാണെങ്കിൽ സംസാരിക്കുമ്പോൾ മുഖത്തു നിന്നും പൂക്കൾ വരുന്നത് പോലെയാണ്, കല്ലുകൾ വരുന്നത് പോലെയാണ് ചിലർ സംസാരിക്കുന്നത്. കാഴ്ചയിൽ വളരെ നല്ലതാണ്, പോയിന്റ്സും മറ്റും എഴുതുന്നു. പക്ഷേ കല്ലുബുദ്ധിയാണ്, പുറമേയുള്ള ഷോയാണ്. മായ വളരെ ദുഷ്കരമാണ്. അതിനാൽ ഇങ്ങനെ പാടുന്നുമുണ്ട്, ആശ്ചര്യത്തോടെ കേൾക്കുന്നു. സ്വയം ശിവ് ബാബയുടെ സന്താനമാണ് എന്ന് പറയുന്നു. മറ്റുള്ളവരെ കേൾപ്പിക്കുന്നു, പറഞ്ഞു കൊടുക്കുന്നു. പിന്നെ ഓടിപ്പോകുന്നവരാകുന്നു, അതായത് ട്രെയിറ്റർ ആകുന്നു. സമർത്ഥരായവർ ട്രെയിറ്റർ ആകുന്നില്ല എന്നല്ല, നല്ല നല്ല സമർത്ഥരായവരും ട്രെയിറ്റർ ആകുന്നു. ആ സേനയിലും ഇങ്ങനെ ഉണ്ടാകുന്നു. എയ്റോപ്ലെയിൻ സഹിതം മറ്റൊരു ദേശത്തിലേക്ക് പോയി കളയുന്നു. ഇവിടെയും ഇങ്ങനെയാണ്. സ്ഥാപനയുടെ കാര്യത്തിൽ വളരെയധികം പ്രയത്നമുണ്ടാകുന്നു. കുട്ടികൾക്കും പഠനത്തിൽ പ്രയത്നമുണ്ടാകുന്നു. ടീച്ചറിനും പഠിപ്പിക്കുന്നതിൽ പ്രയത്നമുണ്ടാകുന്നു. ഇവർ എല്ലാവരെയും ഡിസ്റ്റർബ് ചെയ്യുന്നു, പഠിക്കുന്നില്ല എന്ന് കാണുമ്പോൾ സ്കൂളിലും ശിക്ഷകൾ കൊടുക്കുന്നു. ഇതാണെങ്കിൽ അച്ഛനാണ്. ബാബ ഒന്നും തന്നെ പറയുന്നില്ല. ബാബയുടെ അടുക്കൽ ഈ നിയമമില്ല. ഇവിടെയാണെങ്കിൽ തീർത്തും ശാന്തമായി ഇരിക്കേണ്ടതുണ്ട്. ബാബ സുഖദാതാവാണ്, സ്നേഹത്തിൻ്റെ സാഗരമാണ്. അപ്പോൾ കുട്ടികളുടെ പെരുമാറ്റവും അങ്ങനെയായിരിക്കേണ്ടതല്ലേ, ദേവതമാരെ പോലെ. കുട്ടികളായ നിങ്ങളോട് ബാബ സദാ പറയുന്നു, നിങ്ങൾ പദമാപദം ഭാഗ്യശാലിയാണ്. പക്ഷേ പദമാപദം ദൗർഭാഗ്യശാലിയുമാകുന്നു. ആരാണോ ഫെയിലാകുന്നത് അവരെ ദൗർഭാഗ്യശാലി എന്ന് പറയുമല്ലോ. ബാബയ്ക്കറിയാം അവസാനം വരെയും ഇത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ചിലരൊക്കെ മഹാ ദൗർഭാഗ്യശാലിയും തീർച്ചയായും ആകുന്നു. അങ്ങനെയുള്ള പെരുമാറ്റമുണ്ടാകുന്നു. ഇവർക്ക് നിലനിൽക്കുവാൻ സാധിക്കില്ല എന്ന് മനസ്സിലാക്കുന്നു. ഇത്രയും ഉയർന്നതാക്കുവാൻ യോഗ്യമല്ല. എല്ലാവർക്കും ദുഃഖം കൊടുത്തുകൊണ്ടിരിക്കുന്നു. സുഖം നൽകുവാനേ അറിയില്ല. അവരുടെ അവസ്ഥ എന്താകും? ബാബ സദാ പറയുന്നു, കുട്ടികളെ തന്നെ നല്ല രീതിയിൽ സൂക്ഷിക്കൂ. ഇതും ഡ്രാമ അനുസരിച്ച് ഉണ്ടാകേണ്ടതാണ്. ഇരുമ്പിനേക്കാൾ കൂടുതൽ മോശമായി പോകുന്നു. അതും നല്ല നല്ല കുട്ടികൾ ഒരിക്കലും കത്തും എഴുതുന്നില്ല. പാവങ്ങളുടെ അവസ്ഥ എന്താകും? ബാബ പറയുന്നു, ഞാൻ സർവരുടെയും മംഗളം ചെയ്യുവാൻ വന്നിരിക്കുകയാണ്. ഇന്ന് സർവരുടെയും സദ്ഗതി ചെയ്യുന്നു, നാളെ പിന്നെ ദുർഗതി ഉണ്ടാകുന്നു. നിങ്ങൾ പറയും, നമ്മൾ ഇന്നലെ വിശ്വത്തിൻ്റെ അധികാരിയായിരുന്നു, ഇന്ന് അടിമയായിരിക്കുന്നു. ഇപ്പോൾ മുഴുവൻ വൃക്ഷവും കുട്ടികളായ നിങ്ങളുടെ ബുദ്ധിയിലുണ്ട്. ഇത് വണ്ടർഫുൾ വൃക്ഷമാണ്. മനുഷ്യർക്ക് ഇതും അറിയില്ല. ഇപ്പോൾ നിങ്ങൾക്കറിയാം, കൽപ്പം എന്നാൽ പൂർണ്ണമായും 5000 വർഷത്തിൻ്റെ ആക്യുറേറ്റ് വൃക്ഷമാണ്. ഒരു സെക്കൻഡിൻ്റെ പോലും വ്യത്യാസം വരിക സാധ്യമല്ല. ഈ പരിധിയില്ലാത്ത വൃക്ഷത്തിൻ്റെ നോളജ് ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. നോളജ് നൽകുന്നവൻ വൃക്ഷപതിയാണ്.
ബീജം എത്ര ചെറുതാണ്, അതിൻ്റെ ഫലം നോക്കൂ, എത്ര വലുതാണ് വരുന്നത്. ഇത് പിന്നെ വണ്ടർഫുൾ വൃക്ഷമാണ്. ഇതിൻ്റെ ബീജം വളരെ ചെറുതാണ്. ആത്മാവ് എത്ര ചെറുതാണ്, ബാബയും വളരെ ചെറുതാണ്. ഈ കണ്ണുകൾ കൊണ്ട് കാണുവാൻ പോലും സാധിക്കില്ല. വിവേകാനന്ദനും ഇങ്ങനെ പറയുമായിരുന്നു. വിവേകാനന്ദൻ പറഞ്ഞു, ജ്യോതി അദ്ദേഹത്തിൽ നിന്നും പുറപ്പെട്ട് എന്നിൽ ലയിച്ചു ചേർന്നു എന്ന്. അങ്ങനെ ഏതെങ്കിലും ജ്യോതി വന്ന് പിന്നെ ലയിച്ചു ചേരുക എന്നത് സാധ്യമല്ല. വന്നതെന്താണ്, ഇത് മനസ്സിലാക്കുന്നില്ല. ഇങ്ങനെയുള്ള സാക്ഷാത്കാരങ്ങൾ വളരെയധികം ഉണ്ടാകുന്നു. പക്ഷേ അവർ മാനിക്കുന്നുണ്ട്. പിന്നെ മഹിമയും എഴുതുന്നു. ഭഗവാൻ ഉവാച, ഒരു മനുഷ്യനും മഹിമയേയില്ല. മഹിമയുള്ളത് കേവലം ദേവതമാർക്കാണ്. ആരാണോ ദേവതയാക്കുന്നത് അവർക്കാണ് മഹിമയുള്ളത്. ബാബ വളരെ നല്ല കാർഡും ഉണ്ടാക്കിയിരുന്നു. ജയന്തി ആഘോഷിക്കേണ്ടതുണ്ടെങ്കിൽ അത് ഒരു ശിവബാബയുടേതാണ്. ഈ ലക്ഷ്മി നാരായണന്മാരെയും ഇങ്ങനെ ആക്കുന്നത് ശിവബാബയാണല്ലോ. ഒന്നിന് തന്നെയാണ് മഹിമയുള്ളത്. ആ ഒന്നിനെ തന്നെ ഓർമ്മിക്കൂ. ഇദ്ദേഹം സ്വയം പറയുന്നു, അതായത് ബ്രഹ്മാവ് പറയുന്നു, ഉയർന്നതിലും ഉയർന്നതാകുന്നു, പിന്നെ താഴെ ഇറങ്ങുകയും ചെയ്യുന്നു. ഇതാർക്കും അറിയില്ല. ഉയർന്നതിലും ഉയർന്ന ലക്ഷ്മി നാരായണൻ തന്നെ പിന്നെ 84 ജന്മങ്ങൾക്ക് ശേഷം താഴെ ഇറങ്ങുന്നു. തത്വം അത് തന്നെ നീയും. നിങ്ങൾ തന്നെ വിശ്വത്തിൻ്റെ അധികാരിയായിരുന്നു, പിന്നെ എന്തായി മാറി? സത്യയുഗത്തിൽ ആരാണ് ഉണ്ടായിരുന്നത്? നിങ്ങളെല്ലാവരുമാണ് ഉണ്ടായിരുന്നത്. നമ്പർ വാർ പുരുഷാർത്ഥമനുസരിച്ച് രാജാവും റാണിയും ഉണ്ടായിരുന്നു. സൂര്യവംശി ചന്ദ്രവംശി ഡിനാസ്റ്റിയുടേതുമായിരുന്നു. ബാബ എത്ര നല്ല രീതിയിൽ മനസ്സിലാക്കിക്കുന്നു. ഈ സൃഷ്ടിചക്രത്തിൻ്റെ ജ്ഞാനം കുട്ടികളായ നിങ്ങളുടെ ബുദ്ധിയിൽ നടക്കുമ്പോഴും ചുറ്റി സഞ്ചരിക്കുമ്പോഴും ഉണ്ടായിരിക്കണം. നിങ്ങൾ ചൈതന്യ ലൈറ്റ് ഹൗസാണ്. മുഴുവൻ പഠനവും ബുദ്ധിയിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ ആ അവസ്ഥ ഉണ്ടായിട്ടില്ല, ഉണ്ടാകാൻ പോകുന്നു എന്നാണ്. ആര് പാസ് വിത്ത് ഓണർ ആകുമോ അവർക്ക് ഈ അവസ്ഥ ഉണ്ടാകും. മുഴുവൻ ജ്ഞാനവും ബുദ്ധിയിൽ ഉണ്ടാകും. ബാബയുടെ ഓമനകളായ ലവ്ലി കുട്ടികൾ എന്ന് അപ്പോഴാണ് പറയുന്നത്. ഇങ്ങനെയുള്ള കുട്ടികളിൽ ബാബ സ്വർഗത്തിൻ്റെ രാജധാനി അർപ്പിക്കുന്നു. പറയുന്നു, ഞാൻ രാജ്യം ഭരിക്കുന്നില്ല, നിങ്ങൾക്ക് നൽകുന്നു. ഇതിനെയാണ് നിഷ്കാമ സേവനം എന്ന് പറയുന്നത്. കുട്ടികൾക്കറിയാം ബാബ നമ്മളെ ശിരസിൽ കയറ്റുന്നു. അങ്ങനെയുള്ള ബാബയെ എത്ര ഓർമ്മിക്കേണ്ടതാണ്. ഡ്രാമയിൽ ഇതും തയ്യാറാക്കപ്പെട്ടിട്ടുണ്ട്. ബാബ സംഗമത്തിൽ വന്ന് സർവർക്കും സദ്ഗതി നൽകുന്നു. നമ്പർ വാർ പുരുഷാർത്ഥമനുസരിച്ച്. നമ്പർ 1 ഹയസ്റ്റ് തീർത്തും പവിത്രമാണ്. ലാസ്റ്റ് നമ്പർ തീർത്തും അപവിത്രം. സ്നേഹസ്മരണകൾ ബാബ സർവർക്കും നൽകുന്നു. ബാബ എത്ര നല്ല രീതിയിൽ മനസ്സിലാക്കിച്ചു തരുന്നു. ഒരിക്കലും മിഥ്യാ അഹങ്കാരം വരുവാൻ പാടില്ല. ബാബ പറയുന്നു, സൂക്ഷിച്ചിരിക്കണം. രഥത്തിൻ്റെയും റിഗാർഡ് വയ്ക്കണം. അതായത് ബ്രഹ്മാവിൻ്റെയും റിഗാർഡ് വയ്ക്കണം. ഇദ്ദേഹത്തിലൂടെ തന്നെയാണല്ലോ ബാബ കേൾപ്പിക്കുന്നത്. ഇദ്ദേഹം ഒരിക്കലും അപകീർത്തി കേട്ടിരുന്നില്ല. എല്ലാവരും സ്നേഹിക്കുമായിരുന്നു. ഇപ്പോഴാണെങ്കിൽ നോക്കൂ, എത്ര അപകീർത്തി കേൾക്കുന്നു. ചിലർ ട്രൈറ്ററായി, അതായത് വിശ്വാസവഞ്ചകരായി ഓടിപ്പോയി. അപ്പോൾ പിന്നെ അവരുടെ ഗതി എന്താകും? ഫെയിലാകുമല്ലോ. ബാബ മനസ്സിലാക്കിച്ചു തരുന്നു, മായ ഇങ്ങനെയാണ്. അതിനാൽ വളരെ ജാഗ്രത പുലർത്തിക്കൊണ്ടിരിക്കൂ. മായ ആരെയും വിടുന്നില്ല. എല്ലാ പ്രകാരത്തിലുമുള്ള തീ കത്തിക്കുന്നു. ബാബു പറയുന്നു, എൻ്റെ എല്ലാ കുട്ടികളും
കാമചിതയിൽ കയറി കറുത്ത കരിക്കട്ടയായി. എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ല, എല്ലാവരുടേതും ഒരുപോലെയുള്ള പാർട്ടും അല്ല. ഇതിൻ്റെ പേര് തന്നെ വേശ്യാലയം എന്നാണ്. എത്ര തവണ കാമചിതയിൽ കയറിയിട്ടുണ്ടാകും. രാവണൻ എത്ര ബലവാനാണ്, ബുദ്ധിയെ തന്നെ പതീതമാക്കി മാറ്റുന്നു. ഇവിടെ വന്ന് ബാബയിൽ നിന്നും ശിക്ഷണം എടുത്തിട്ടും ഇങ്ങനെയായി പോകുന്നു. ബാബയുടെ ഓർമ്മയിലൂടെ അല്ലാതെ ക്രിമിനൽ കണ്ണുകൾ ഒരിക്കലും മാറുകയില്ല. അതിനാൽ സൂർദാസിൻ്റെ കഥയുണ്ട്, ഉണ്ടാക്കപ്പെട്ട കാര്യമാണ്. ഉദാഹരണവും നൽകുന്നു. ഇപ്പോൾ കുട്ടികളായ നിങ്ങൾക്ക് ജ്ഞാനത്തിൻ്റെ മൂന്നാമത്തെ നേത്രം ലഭിക്കുന്നു. അജ്ഞാനം എന്നാൽ അന്ധകാരം. നിങ്ങൾ അന്ധനാണ്, അജ്ഞാനിയാണ് എന്ന് പറയുന്നുവല്ലോ. ഇപ്പോൾ ജ്ഞാനം ഗുപ്തമാണ്, ഇതിൽ ഒന്നും പറയേണ്ടതില്ല. ഒരു സെക്കൻഡിൽ മുഴുവൻ ജ്ഞാനവും വരുന്നു. ഏറ്റവും ഈസിയായ ജ്ഞാനമാണ്. എങ്കിലും അന്തിമം വരെയും മായയുടെ പരീക്ഷ തുടർന്നുകൊണ്ടിരിക്കും. ഈ സമയത്താണെങ്കിൽ കൊടുങ്കാറ്റിൻ്റെ മധ്യത്താണ്. ഉറച്ചവരായാൽ പിന്നെ ഇത്രയും കൊടുങ്കാറ്റ് വരില്ല, വീഴുകയില്ല. പിന്നെ നോക്കണം നിങ്ങളുടെ വൃക്ഷം എത്ര വളരുന്നു എന്ന്. പ്രശസ്തി ഉണ്ടാവുക തന്നെ വേണം. വൃക്ഷം വളരുക തന്നെ ചെയ്യുന്നു. അല്പം വിനാശമുണ്ടാകും, അപ്പോൾ പിന്നെ വളരെയധികം സൂക്ഷിച്ചിരിക്കും. പിന്നെ ബാബയുടെ ഓർമ്മയിൽ പൂർണ്ണമായും ഉറച്ചിരിക്കും. സമയം വളരെ കുറവാണ് എന്ന് മനസ്സിലാക്കും. ബാബ വളരെ നല്ലതായി മനസ്സിലാക്കിക്കുന്നു. പരസ്പരം വളരെ സ്നേഹത്തോടെ നടക്കൂ. കണ്ണുരുട്ടി കാണിക്കരുത്. ക്രോധത്തിൻ്റെ ഭൂതം വരുന്നതിലൂടെ മുഖം തന്നെ പൂർണ്ണമായും മാറിപ്പോകുന്നു. നിങ്ങൾക്കാണെങ്കിൽ ലക്ഷ്മി നാരായണനെ പോലെ മുഖം ഉള്ളവരാകണം. എയിം ഓബ്ജക്റ്റ് മുന്നിലുണ്ട്. സാക്ഷാത്കാരം പിന്നീട് ട്രാൻസ്ഫർ ആകുമ്പോൾ ഉണ്ടാകുന്നു. തുടക്കത്തിൽ സാക്ഷാത്കാരം ഉണ്ടായതുപോലെ അന്തിമ സമയത്തും വളരെയധികം പാർട്ട് കാണും. നിങ്ങൾ വളരെ സന്തോഷത്തിലിരിക്കും. മൃഗത്തിന് മരണം, വേട്ടക്കാരന് ഇര. അന്തിമത്തിൽ വളരെയധികം സീനറികൾ കാണേണ്ടതുണ്ട്. അപ്പോൾ പിന്നെ പശ്ചാത്തപിക്കുകയും ചെയ്യുമല്ലോ, നമ്മൾ ഇത് ചെയ്തു എന്ന്. പിന്നെ അവർക്ക് ശിക്ഷയും വളരെ കടുത്തത് ലഭിക്കുന്നു. ബാബ വന്ന് പഠിപ്പിക്കുന്നു. ആ ഒന്നിൻ്റെ മാനം കാക്കുന്നില്ലെങ്കിൽ ശിക്ഷ ലഭിക്കും. ആരാണോ വികാരത്തിൽ പോകുന്നത്, അല്ലെങ്കിൽ ശിവ് ബാബയുടെ വളരെയധികം അപകീർത്തി ഉണ്ടാക്കുന്നതിന് നിമിത്തമാകുന്നത്, അവർക്കാണ് ഏറ്റവും കടുത്ത ശിക്ഷ കിട്ടുന്നത്. മായ വളരെ ബലവാനാണ്. സ്ഥാപനയിൽ എന്തെല്ലാമാണ് ഉണ്ടാകുന്നത്. നിങ്ങളിപ്പോൾ ദേവതയാകുന്നുവല്ലോ. സത്യയുഗത്തിൽ അസുരന്മാരും മറ്റും ഉണ്ടായിരിക്കുന്നില്ല. ഇത് സംഗമത്തിൻ്റെ തന്നെ കാര്യമാണ്. ഇവിടെ വികാരി മനുഷ്യർ എത്ര ദുഃഖമാണ് കൊടുക്കുന്നത്. പെൺകുട്ടികളെ അടിക്കുന്നു. വിവാഹം തീർച്ചയായും കഴിക്കൂ എന്ന് പറയുന്നു. സ്ത്രീയെ വികാരത്തിന് വേണ്ടി എത്ര അടിക്കുന്നു, എത്ര നേരിടുന്നു. പറയുന്നു സന്യാസിമാർക്ക് പോലും ഇരിക്കുവാൻ സാധിച്ചില്ല. പിന്നെ പവിത്രമായിരുന്ന് കാണിക്കുന്ന ഇവർ ആരാണ്? മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായും മനസ്സിലാക്കുകയും ചെയ്യും. പവിത്രതയില്ലാതെ ദേവതയാകുവാൻ സാധിക്കില്ല. നിങ്ങൾ മനസ്സിലാക്കിച്ചു കൊടുക്കുന്നു, നമുക്ക് ഇത്രയും പ്രാപ്തി ഉണ്ടാവുകയാണ്, അതിനാലാണ് ഉപേക്ഷിച്ചത്. ഭഗവാൻ ഉവാച, കാമത്തെ ജയിച്ചവർ ജഗജ്ജീത്താകും. ഇങ്ങനെയുള്ള ലക്ഷ്മി നാരായണനാകും. അപ്പോൾ എന്തുകൊണ്ട് പവിത്രമായിക്കൂടാ? പിന്നെ മായയും വളരെയധികം വീഴ്ത്തുന്നു. ഉയർന്ന പഠനമാണല്ലോ. ബാബ വന്ന് പഠിപ്പിക്കുന്നു. ഇത് നല്ല രീതിയിൽ സ്മരിക്കുന്നില്ലെങ്കിൽ പിന്നെ മായ അടിക്കുന്നു. മായ അവജ്ഞകളും വളരെയധികം ചെയ്യിക്കുന്നു. പിന്നെ അവരുടെ അവസ്ഥ എന്താകും? മായ ഇങ്ങനെ
വകവയ്ക്കാത്തവരാക്കി മാറ്റുന്നു, അഹങ്കാരത്തിൽ കൊണ്ടുവരുന്നു. കാര്യം ചോദിക്കുകയേ വേണ്ട. നമ്പർ വൈസ് ആയിട്ടാണ് രാജധാനി തയ്യാറാകുന്നത്. അപ്പോൾ ഏതെങ്കിലും കാരണത്താലായിരിക്കുമല്ലോ ഉണ്ടാവുക. ഇപ്പോൾ നിങ്ങൾക്ക് പാസ്റ്റ്, പ്രസൻറ്റ്, ഫ്യൂച്ചറിൻ്റെ ജ്ഞാനം ലഭിക്കുന്നു. അപ്പോൾ എത്ര നല്ല രീതിയിൽ ശ്രദ്ധ നൽകേണ്ടതാണ്. അഹങ്കാരം വന്നു, ഇവർ മരിച്ചു. മായ പൂർണ്ണമായും വർത്ത് നോട്ട് പെന്നിയാക്കി മാറ്റുന്നു. ബാബയുടെ അവജ്ഞ ഉണ്ടായി എങ്കിൽ പിന്നെ ബാബയെ ഓർമ്മിക്കുവാൻ സാധിക്കില്ല. ശരി, മധുരമധുരമായ സിഖിലതെ കുട്ടികൾക്ക് മാതാവും പിതാവുമായ ബാബ് ദാദയുടെ സ്നേഹസ്മരണകൾ. ഗുഡ് മോർണിംഗ്. ആത്മീയ അച്ഛൻ്റെ ആത്മീയ കുട്ടികൾക്ക് നമസ്തേ. ധാരണയ്ക്കുള്ള മുഖ്യസാരം: പരസ്പരം വളരെയധികം സ്നേഹത്തോടെ നടക്കണം. ഒരിക്കലും ക്രോധത്തിൽ വന്ന് അന്യോന്യം കണ്ണുരുട്ടി കാണിക്കരുത്. ബാബയുടെ അവജ്ഞ ചെയ്യരുത്. പാസ് വിത്ത് ഓണർ ആകുന്നതിനായി പഠനം ബുദ്ധിയിൽ വയ്ക്കണം. ചൈതന്യ ലൈറ്റ് ഹൗസ് ആകണം. രാവും പകലും ബുദ്ധിയിൽ ജ്ഞാനം കറങ്ങിക്കൊണ്ടിരിക്കണം. വരദാനം: ഓൾമൈറ്റി ബാബയുടെ അതോറിറ്റിയിലൂടെ ഓരോ കാര്യവും സഹജമായി ചെയ്യുന്ന സദാ ഇളകാത്ത നിശ്ചയബുദ്ധിയായി ഭവിക്കട്ടെ. നമ്മൾ ഏറ്റവും ശ്രേഷ്ഠമായ ഓൾമൈറ്റി ബാബയുടെ അതോറിറ്റിയിലൂടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നവരാണ്. ഇത്രയും ഉറച്ച നിശ്ചയമുണ്ടായിരിക്കണം. അതിനെ ആർക്കും മാറ്റുവാൻ സാധിക്കരുത്. ഇതിലൂടെ ഏതെങ്കിലും എത്ര വലിയ കാര്യം ചെയ്യുമ്പോഴും അതിസഹജമായി അനുഭവം ചെയ്യും. ഏതുപോലെ ഇക്കാലത്ത് സയൻസ് ഇങ്ങനെയുള്ള മെഷീനറി തയ്യാറാക്കിയിട്ടുണ്ട്. അതിൽ ഏതൊരു ചോദ്യത്തിൻ്റെയും ഉത്തരം സഹജമായി തന്നെ ലഭിക്കുന്നു. ബുദ്ധി ഉപയോഗിക്കുന്നതിൽ നിന്നും ഒഴിവാകുന്നു. ഇതേപോലെ ഓൾമൈറ്റി അതോറിറ്റിയെ മുന്നിൽ വയ്ക്കുമെങ്കിൽ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം സഹജമായി ലഭിക്കും. സഹജമാർഗത്തിൻ്റെ അനുഭൂതി ഉണ്ടാവുകയും ചെയ്യും. സ്ലോഗൻ: ഏകാഗ്രതയുടെ ശക്തി പരവശ സ്ഥിതിയെയും പരിവർത്തനപ്പെടുത്തുന്നു. അവ്യക്ത സൂചന: ഈ അവ്യക്ത മാസത്തിൽ ബന്ധനമുക്തമായിരുന്ന് ജീവൻ മുക്ത സ്ഥിതി അനുഭവിക്കൂ. ബ്രാഹ്മണ ജീവിതത്തിൻ്റെ രസം ജീവൻ മുക്ത സ്ഥിതിയിലാണുള്ളത്. വേറിട്ടവരാവുക എന്നാൽ മുക്തമാവുക എന്നർത്ഥം. സംസ്കാരങ്ങളുടെ മേൽ പോലും ചായ്വ് പാടില്ല. എന്തു ചെയ്യട്ടെ, എങ്ങനെ ചെയ്യട്ടെ, ചെയ്യുവാൻ ആഗ്രഹിച്ചിരുന്നില്ല, പക്ഷേ സംഭവിച്ചു പോയി. ഇതാണ് ജീവൻ ബന്ധനമാവുക. ഇച്ഛ ഉണ്ടായിരുന്നില്ല, പക്ഷേ നല്ലതായി തോന്നി. ശിക്ഷണം നൽകണമായിരുന്നു, പക്ഷേ ക്രോധം വന്നുപോയി. ഇതാണ് ജീവൻ ബന്ധന സ്ഥിതി. ബ്രാഹ്മണൻ എന്നാൽ ജീവൻ മുക്തം. ഒരിക്കലും ഇങ്ങനെയുള്ള ഏതെങ്കിലും ബന്ധനത്തിൽ ബന്ധിക്കപ്പെടുവാൻ സാധിക്കില്ല. ഓം ശാന്തി. എപ്പോഴെല്ലാം ഞാൻ എന്നതും എൻ്റേത് എന്നതുമായ വാക്കുകൾ ഉപയോഗിക്കുന്നുവോ അപ്പോൾ ഞാൻ ആരാണ് എന്നത് ഓർമ്മിക്കണം. എൻ്റെ ആത്മസ്വരൂപത്തോടൊപ്പം എൻ്റെ ഭിന്ന ഭിന്ന സ്വമാനങ്ങളെയും ഓർമ്മിക്കണം. ഞാൻ എന്നതും എൻ്റേത് എന്നതും വിപരീത രീതിയിൽ ഉപയോഗിക്കുന്നത് പരിവർത്തനപ്പെടുത്തുമ്പോൾ പറക്കുന്ന കലയിലേക്ക് വരുന്നു. ഞാൻ ഈ ദേഹമല്ല, ഈ
ദേഹത്തിൻ്റെ അധികാരിയായ ആത്മാവാണ്. എൻ്റെ യഥാർത്ഥമായ ആത്മസ്വരൂപത്തിൽ ഞാൻ സ്ഥിതി ചെയ്യുന്നു. ഞാൻ സ്വരാജ്യ അധികാരിയാണ്. സ്ഥൂല സൂക്ഷ്മ കർമ്മേന്ദ്രിയങ്ങളുടെ രാജാവാണ്. ഈ സ്ഥൂല സൂക്ഷ്മ കർമ്മേന്ദ്രിയങ്ങൾ എൻ്റെ ആജ്ഞയും നിർദ്ദേശങ്ങളും അനുസരിക്കുന്ന അനുചരന്മാരാണ്. ഞാൻ ആത്മാവ് വിശ്വമംഗളാർത്ഥം ഈ ശരീരത്തിൽ അവതരിച്ചിരിക്കുന്ന ഈശ്വരീയ സന്താനമാണ്. ഞാൻ ആത്മാവ് സന്ദേശവാഹകനായ ഫരിഷ്തയാണ്. ഞാൻ മാസ്റ്റർ ജ്ഞാനസൂര്യനാണ്. ഞാൻ ആത്മാവ് പ്രകൃതിപതിയാണ്. ഞാൻ ആത്മാവ് സഫലതാ നക്ഷത്രമാണ്. ഞാൻ ആത്മാവ് വിജയീ രത്നമാണ്. എൻ്റെ ഈ ശ്രേഷ്ഠ സ്വമാനങ്ങളുടെ സ്വരൂപമായി ശ്രേഷ്ഠ ആത്മസ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നു. എൻ്റേത് ആരാണ്? ഈ ദേഹം, ദേഹത്തിൻ്റെ സംബന്ധികൾ, വസ്തു വൈഭവങ്ങൾ, ദേഹത്തിൻ്റെ ലോകം, ഇവയൊന്നും എൻ്റേതല്ല. ഇവയെല്ലാം വിനാശിയാണ്. എൻ്റേത് ആരാണ്? ആരെയാണോ മുഴുവൻ ലോകവും ഈശ്വരനായി പ്രകീർത്തിക്കുന്നത്, ഈ സൃഷ്ടിയുടെ തന്നെ
ബീജരൂപമായത്. ആരാണോ സർവ ഗുണങ്ങളുടെയും ശക്തികളുടെയും മഹാസാഗരമായത്, ആരാണോ ഭാഗ്യവിധാതാവ്, ആരാണോ എന്നെ മുഴുവൻ കൽപ്പത്തിലും ശ്രേഷ്ഠ ഭാഗ്യശാലിയാക്കി മാറ്റുന്നത്, ആ ഈശ്വരൻ എൻ്റേതാണ്. എൻ്റെ പിതാവും ശിക്ഷകനും എൻ്റെ സദ്ഗുരുവും സർവസംബന്ധിയുമാണ്. ബാബയുടെ നിസ്സീമമായ സ്നേഹത്തിൽ, ബാബയുടെ ഓർമ്മയാകുന്ന മടിത്തട്ടിൽ ഞാൻ ലയിച്ചു ചേരുന്നു. എൻ്റെ ബാബ, എൻ്റെ മധുരമായ ബാബ, എൻ്റെ പ്രിയപ്പെട്ട ബാബ, ഈ ഗീതം എൻ്റെ മനസ്സ് പാടുകയാണ്. ആ സ്നേഹത്തിൽ ഞാൻ അലിഞ്ഞു ചേരുന്നു.